പലതരത്തിലുള്ള UFO ഇൻസിഡൻസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കമന്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വെറും തള്ളുകഥകളാണ്, ഇതൊക്കെ ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. UFO എന്ന് പറയുന്നത് ഒരു ലോകോത്തര തള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ പറയുന്നത് പോലെ ഇതൊക്കെ വെറും തള്ളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2022 നാസയും US ഗവൺമെന്റും US നേവിയും കൂടി ചേർന്ന് ഒരു ഫോഴ്സ് കമ്പൈൻ ചെയ്തു? UFOനെ പറ്റിയിട്ടും ഇത്തരത്തിലുള്ള വെറും തള്ളു ഒബ്ജക്റ്റുകളെ പറ്റി പഠിക്കാൻ വേണ്ടി അവർ ഒരുങ്ങി. നിങ്ങളിപ്പോ ഈ കാണുന്നത് നാസയുടെ തന്നെ വളരെയധികം ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. And they know they saw something, and their radars locked onto it. And then all of a sudden it was here on the surface, and then it's there. And they don't know what it is, and we don't know what it is. But it's something. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്പേസ് ഏജൻസിയുടെ ചീഫാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല, ഇതിന്റെ ടെക്നോളജി എന്താണെന്ന് ഇവർക്ക് അറിയില്ല, ഇത് എങ്ങനെയാണ് പറക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല, ഒന്നും തന്നെ ഇവർക്ക് അറിയില്ല. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം പബ്ലിക്കലി ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നതാണിത്. ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുമ്പോഴും ഒരുപാട് ആൾക്കാർ കമന്റ്സിൽ വന്ന് പറയുകയാണ് ഞാൻ വെറും തള്ളാണ്, ഞാൻ വെറും കള്ളം പറയുകയാണ്, അങ്ങനെ ഒരുപാട് കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഫുൾ കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തേടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് രൂപയും സമയവും ചെലവാക്കി നമ്മൾ മാർസിൽ ഒരുപാട് റോവേഴ്സിനെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടുകൂടി തന്നെ 1977 വോയേജർ 1 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ വിട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ഭൂമിക്കപ്പുറം ഒരു ലൈഫിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും നമ്മുടെ ലോകമെമ്പാടും കണ്ടുവരുന്ന ഒരുപാട് സയന്റിസ്റ്റുമാർ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗലീലിയോ പ്രൊജക്ട് ആയിക്കോട്ടെ, സെറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സെറ്റി എന്ന് പറയുന്നത് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് എന്നാണ്. അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് ഒരുപാട് ഓർഗനൈസേഷൻസും ഒരുപാട് ഇനീഷ്യേറ്റീവ്സും ഉണ്ട്. എന്തിന്? ആ ഒരൊറ്റ ചോദ്യം ആൻസർ ചെയ്യാൻ. പക്ഷെ മേൽ പറഞ്ഞ പ്രൊജക്ടുകളെല്ലാം ഭൂമിക്ക് അപ്പുറം ഒരു ലൈഫിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, നമ്മുടെ ഭൂമിയിൽ തന്നെ ഇതേപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നൊരുപാട് ക്ലെയിംസും ഒരുപാട് തള്ളുകഥകളും വന്നു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ UFO എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാം. അതിൽ കാണുന്ന മെജോറിറ്റി ഒരു 99% സംഭവങ്ങളും ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു AI വീഡിയോ ആയിരിക്കും. ഈ കാണുന്ന കണ്ടന്റുകളെല്ലാം ഫേക്ക് ആണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തതാന്നുള്ള ഒരു ബോധം ചിലർക്ക് ഉണ്ടായിരിക്കാം. അതുമാത്രമല്ല, ഇതെല്ലാം ഫേക്ക് ആണ് എന്നുള്ള ഒരു അവയർനെസ് സോഷ്യൽ മീഡിയ തന്നെ പരക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആൾക്കാർ കൺക്ലൂഡ് ചെയ്യും UFO എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്നാണ് ആൾക്കാർ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ളതും ഒട്ടും തന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കൺക്ലൂഷൻസ് വരുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡീബങ്കിങ് വീഡിയോസിലല്ല ഞാൻ ശ്രദ്ധിച്ചൊരു കൺക്ലൂഷനാണ്, ഒരു കോമൺ കൺക്ലൂഷനാണ് ലാക്ക് ഓഫ് സയന്റിഫിക് എവിഡൻസ്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവിന്റെ അഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇത് വെറും തള്ളാണ് എന്നുള്ള രീതിയിലാണ് ഒരുപാട് പ്രചാരണം ഞാൻ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം പണ്ട് 1950കളിൽ UFO എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു വാർത്തകളൊക്കെ ആയിരുന്നു, നമ്മുടെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തൊരു ഒരു സംസാര വിഷയമായിരുന്നു അത്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ മുതലെടുത്തുകൊണ്ട് ഒരുപാട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ UFOയുടെ മറവിൽ ഒരുപാട് ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിലിറ്ററി പ്രൊജക്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് സ്റ്റെൽത്ത് ബോംബർ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മിലിറ്ററിയുടെ തന്നെ ഏറ്റവും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു സ്റ്റെൽത്ത് ബോംബർ എന്ന് പറയുന്നത്. ഇത് വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഗ്രൗണ്ടിൽ നിന്ന് കാണുമല്ലോ. അപ്പോ ഇത് ഈ പറയുന്ന സ്റ്റെൽത്ത് ബോംബർ അല്ല, പകരം അതൊരു UFO ആണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് തന്നെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇത് ഒരു UFO ആയിരുന്നില്ല, പകരം ഒരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി പ്രൊജക്ട് ആണെന്നുള്ള ഒരു കാര്യം പുറം ലോകം അറിഞ്ഞ പിന്നെ UFO എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ക്രെഡിബിലിറ്റി പയ്യെ കുറഞ്ഞു വരികയും ഒരുപാട് ആൾക്കാർ ഇതൊന്നും വിശ്വസിക്കാണ്ടായി. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് 1952 പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത് US എയർഫോഴ്സിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അവരുടെ മെയിൻ ദൗത്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ റെക്കോർഡെല്ലാം കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക, അതിനെപ്പറ്റി റിപ്പോർട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ അതാണ് ശരിക്കും പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ 1969 ആയപ്പോൾ ഏകദേശം 12,618 റെക്കോർഡുകളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ വർഷം തന്നെയായിരുന്നു പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ് അവസാനിച്ചത്.
അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കളക്ട് ചെയ്ത 12,618 റെക്കോർഡ്സും എല്ലാം മിസ് ഐഡന്റിഫിക്കേഷൻ ആയിരുന്നു. അത് ഈ പറയുന്ന പോലെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽസോ ഏലിയൻസ് UFO അല്ലായിരുന്നു. അത് വേറെന്തോ കണ്ടിട്ട്, അതായത് സാറ്റലൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിനൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അത് മിസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ആ ഒരു ഇനീഷ്യേറ്റീവ് തന്നെ ക്യാൻസൽ ചെയ്തത്. അങ്ങനെ UFO എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ക്രെഡിബിലിറ്റി പയ്യെ പയ്യെ ഇല്ലാണ്ടാവുകയാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ പറയുന്ന പോലെ തള്ളു കഥകളായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുകയാണ്. ഒരാളൊരു പറക്കം തള്ളിയതിനെ ആകാശത്ത് കണ്ടു എന്ന് മറ്റുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി. ഞാനിപ്പോ ഈ പറയുന്ന കാലഘട്ടം 1970-80കളാണ്. ഇതിന്റെ എല്ലാം മെയിൻ റീസൺ ആവട്ടെ ലാക്ക് ഓഫ് സയന്റിഫിക് എവിഡൻസ്. അപ്പോ ഒരു UFO ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു UFO കേസ് ക്രെഡിബിൾ ആവണമെങ്കിൽ അവിടെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് കിട്ടിയേ തരും. അത്തരത്തിലുള്ള കേസുകൾ നമ്മുടെ ലോകത്ത് നടന്നിട്ടില്ല എന്ന് വളരെയധികം കോൺഫിഡൻസോടെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കമന്റ്സുകളൊക്കെ ഇടുന്നത്. പക്ഷെ ഒരു കമന്റ് ചെയ്യുന്ന സമയത്തിന്റെ 10-1 മാത്രം മതി മര്യാദക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്യാൻ. എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ശരിക്കും എന്താണ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു UFO എൻകൗണ്ടറിന് വേണ്ടത്? അതിനാദ്യം നമുക്ക് വേണ്ടത് ഇത് ഒരാൾ മാത്രം കണ്ട ഒരു ഇവന്റ് ആയിരിക്കരുത്. നമ്മുടെ എല്ലാം മെമ്മറിക്ക് ഒരു കുഴപ്പമുണ്ട്. പെട്ടെന്ന് ഒരു സംഭവത്തെ കണ്ടാൽ അത് മിസ്ജഡ്ജ് ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരു ടെൻഡൻസി മനുഷ്യന്റെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എത്ര വിശ്വസ്തനായ കൂട്ടുകാരൻ വന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു എന്ന് വന്ന് പറഞ്ഞാലും നമുക്കത് കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അടുത്തത് വേണ്ടത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആണ്. അതും ഒരു ഫോട്ടോഗ്രാഫ് മാത്രം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടായിരിക്കില്ലേ. അപ്പോൾ പല രീതിയിലുള്ള ഒപ്റ്റിക്കൽ എറർ സംഭവിച്ചിട്ട് അതിനെ മിസ്റ്റേക്ക് ചെയ്തൊരു UFO എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഒരേ ഒബ്ജക്റ്റിനെ പല ആൾക്കാരും മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിയൽ ആണോ ഫേക്ക് ആണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. പിന്നീട് നമുക്ക് വേണ്ടത് ഈ പറയുന്ന UFOനെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റിയാണ്. അത് ആരാണ് കണ്ടത്? ഇപ്പൊ ഒരു US നേവി ഓഫീസർ ആണോ, അതൊരു സാധാരണക്കാരനോ, ഒരു സ്കൂൾ ടീച്ചർ ആണോ, അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള UFO എൻകൗണ്ടർ എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ലോകത്ത് ഇതുവരെ നടന്നിട്ടേ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ സംഭവമല്ല, സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 2004 വെച്ച് USS നിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ആ വർഷം നവംബറോടെ ആയപ്പോൾ ഈ വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഒരു റുട്ടീൻ ട്രെയിനിങ് സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും സദേൺ കാലിഫോർണിയയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. USS നിമിറ്റ്സിന്റെ തൊട്ടടുത്ത് തന്നെ USS പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു വെസൽ ഉണ്ടായിരുന്നു. ഈ കപ്പലിലായിക്കോട്ടെ പുതുതായിട്ട് ഫിറ്റ് ചെയ്ത ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡാർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതായത് ആകാശത്തോടെ എന്ത് പറന്നു പോയാലും അപ്പൊ തന്നെ റേഡാറിൽ ഇവർക്ക് കിട്ടും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഇവർ റേഡാറിൽ ഡിറ്റക്ട് ചെയ്യുന്നു. ഇത് ആദ്യം കണ്ടപ്പോൾ ഇതൊരു ഫ്ലൈറ്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ സംഭവം പോകുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമല്ല. കാരണം ഹ്യൂമൻ മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് കാണിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 80,000 അടി ഓൾട്ടിറ്റ്യൂഡിലായിരുന്നു ഇവർ ആദ്യം ഇതിനെ ഡിറ്റക്ട് ചെയ്തപ്പോൾ കണ്ടത്. പിന്നീട് കേവലം സെക്കൻഡുകൾ കൊണ്ടാണ് 20,000 അടി ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് വന്നത്. ഇത്രയും സ്പീഡിൽ വരാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റോ ഒരു ഹെലികോപ്റ്ററോ ഒരു ഡ്രോണോ ആ കാലത്ത് മനുഷ്യരുണ്ടാക്കിയിട്ടില്ല. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് വീണ്ടും ആകാശത്തേക്ക് പോവുകയും പിന്നെ താഴത്തേക്ക് വരികയും അങ്ങനെ വേണ്ട ബഹളമായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സംഭവം കംപ്ലീറ്റ്ലി റേഡാറിൽ നിന്ന് വാനിഷ് ചെയ്തു പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവര് USS നിമിറ്റ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടു എന്ന് പറയുന്നു. അതോടുകൂടി തന്നെ ഇവർ റേഡാറിലൂടെ എന്താണ് കാണുന്നത് എന്ന് നേരിൽ പോയി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് ഇങ്ങനെ ഓർഡർ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഓർഡർ കൊടുക്കാൻ കാരണം ഈ ഒരു ഒബ്ജക്റ്റിനെ വീണ്ടും അവർ റേഡാറിൽ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ്. ഈ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ 2 FA-18 സൂപ്പർ ഹോർണറ്റ് എന്ന് പറയുന്ന ജെറ്റുകൾ വിടുന്നു. FA-18 സൂപ്പർ ഹോർണറ്റ് ജെറ്റ് എന്ന് പറയുന്നത് ഒരു നിസ്സാര യുദ്ധവിമാനം മാത്രമല്ല, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും റേഡാർ സിസ്റ്റം ടാർഗറ്റിംഗ് സിസ്റ്റം എല്ലാം എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുമാത്രമല്ല ഓരോ ഫ്ലൈറ്റിലും ഈ 2 ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഫ്ലൈറ്റും 4 ആൾക്കാരുമായിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ നേരിൽ കൺമുന്നിൽ കാണുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് അന്ന് ഈ പൈലറ്റ്സ് എടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോ എടുത്തതാവട്ടെ ഈ ഫൈറ്റർ ജെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടാർഗറ്റിംഗ് ക്യാമറ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ്. 2004 കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടാർഗറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ആയിരുന്നു ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്. ടിക് ടാക്ക് എന്ന് പറയുന്ന മിഠായി നമ്മളെല്ലാവരും കഴിച്ചിട്ടില്ലേ? ഏകദേശം ആ മിഠായിയുടെ ഷേപ്പുള്ള ഒരു UFOനെയാണ് ശരിക്കും ഇവർ ഈ 4 പേരും കണ്ടത്. യാതൊരു രീതിയിലുള്ള എഞ്ചിനോ പ്രൊപ്പൽഷൻ സിസ്റ്റമോ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ചിറകെന്ന് പറയുന്ന സംഭവം അതിന്റെ സർഫസിലേ ഇല്ല. ഈ ഒബ്ജക്റ്റിന്റെ വലിപ്പം സാധാരണ ഒരു ഫൈറ്റർ ജെറ്റിന്റെ അത്ര നീളം ഉണ്ടാവുന്നതാണ് ഇവരെല്ലാരും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് വൈറ്റ് കളറിലാണ് എന്നുള്ളൊരു കാര്യം ഇവർ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒബ്ജക്റ്റ് എയറിൽ നിൽക്കുകയും ഈ പറയുന്ന ഫൈറ്റർ ജെറ്റ്സിന്റെ അടുത്തേക്ക് പറന്നു വരുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ആവട്ടെ ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അവർ ഇതുവരെ കണ്ടിട്ടില്ല. അവർ ഫൈറ്റർ ജെറ്റ്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അവരുടെ ഒരു അക്കൗണ്ട്, അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇത്ര അധികം ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും സ്പീഡിലാണ് ആ ഒരു സംഭവം ആക്സിലറേറ്റ് ചെയ്തത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾക്ക് പോലും ഇതിനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റിനെ പിന്നാലെ പോകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലായതോടുകൂടി തന്നെ ഇവർ ബേസിലേക്ക്, അതായത് എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് റിട്ടേൺ ചെയ്യുകയും ഇവർ റിട്ടേൺ ചെയ്ത ഒരു സമയത്തും USS പ്രിൻസ്റ്റൺ ഈ ഒരു സംഭവത്തെ റേഡാറിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് ഏകദേശം 60 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്നതായിട്ടാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഫാക്ടർ എന്താ വെച്ചാൽ ഈ എയർക്രാഫ്റ്റ് എല്ലാം ഈ പറയുന്ന എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം 1-2 മിനിറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. ഈ ചുരുക്കം ചെറിയ സമയത്തിലാണ് ഈ സംഭവം 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഈ 2 മിനിറ്റ് കൊണ്ടൊക്കെ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ്, അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ നേവി പൈലറ്റ്സിന്റെ എൻകൗണ്ടർ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അല്ലാണ്ട് സാധാരണ ഒരാൾക്കാരുടെ എൻകൗണ്ടർ അല്ല. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്ന ഒരു കാര്യമല്ല. അതുമാത്രമല്ല, ഈ ഷിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന റേഡാർ സിസ്റ്റം ആയിക്കോട്ടെ, ഈ പറഞ്ഞ എയർക്രാഫ്റ്റിന്റെ ടാർഗറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാം ടോപ്പ് ക്ലാസ് സംഭവങ്ങളാണ്. ഈ ഒരു ഇൻസിഡന്റ് കേട്ടിട്ടും ഇതെല്ലാം തള്ളാണെന്ന് പറയുന്നതാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എവിഡൻസ് മൾട്ടിപ്പിൾ ആൾക്കാർ കണ്ടു എന്നുള്ളതും ഒരുപാട് ക്യാമറ ആംഗിൾസിൽ നിന്ന് കിട്ടിയിട്ടുള്ള റേഡാറിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാ എവിഡൻസും നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത് കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളുണ്ടായിരിക്കുമല്ലോ, ഇത് വെറും തള്ളാണെന്ന് പറയുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ. അയാളുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ചോദ്യമായിരിക്കും, ഇത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ചോദിക്കാനില്ല. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം 2004 തൊട്ട് 2021 വരെ 144 റിപ്പോർട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. അത് നേവിയുടെ ഭാഗത്തു നിന്ന്. അതിൽ 80ഓളം റിപ്പോർട്ടുകൾ മൾട്ടിപ്പിൾ ക്യാമറാസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 11 ഇൻസിഡൻസ് ആയിക്കോട്ടെ ഈ പറയുന്ന എയർക്രാഫ്റ്റുകളെല്ലാം തൊട്ടില്ല എന്നുള്ള രീതിയിൽ പോയിരിക്കുന്ന ഇൻസിഡൻസ് ആണ്. പക്ഷെ 2004 തൊട്ട് 2021 വരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ജസ്റ്റ് ഒബ്സർവേഷൻ പോലെ മാത്രമായിരുന്നു. അതിനുശേഷം 2021 ഇവർ കമാൻഡ് ചെയ്യുകയാണ്, അതായത് പൈലറ്റ്സിന്റെ അടുത്ത് കമാൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് റെക്കോർഡ് ചെയ്തോ, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്തോ, നമുക്ക് അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ വെറും ഒരു വർഷം കൊണ്ട് 2021 to 2022 വരെ 247ഓളം റെക്കോർഡുകളാണ് ഒരു വർഷം കൊണ്ട് അവർക്ക് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ആഴ്ചയും 1-2 UFO കേസ് നമുക്ക് കാണുന്നത് പോലെയാണ്. അങ്ങനെ 2004 തൊട്ട് 2022 വരെ 510 UAP കേസസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതും നേവിയുടെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ബാക്കിയുള്ള കേസസ് ഒന്നും ഞാൻ ഇവിടെ തൊട്ടിട്ടില്ല. ഇത് സാധാരണ ഇവർ ആകാശത്ത് കാണുന്ന UFO പോലെ ആയിരുന്നില്ല. ഇത് തമ്മിലുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ അടക്കം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് കേസസിനെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഇതൊരു കൊമേഴ്ഷ്യൽ ഡ്രോൺ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ചിലർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതുവരെ 2025 വരെ ഇത്ര അധികം എയർ ടൈം ഉള്ള, അതായത് ഇത്ര അധികം നേരം നിന്ന് പറക്കുന്ന ഒരു ഡ്രോൺ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല. ഡ്രോൺ മാത്രമാക്കണ്ട, ഒരു ഗ്യാസ്ലിൻ പവേർഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റും ഇത്ര അധികം നേരം എയർ ടൈമിൽ നിൽക്കുന്ന, ഒരു ജെറ്റ് പോലെയല്ല ഹോവർ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, UFO അല്ലെങ്കിൽ UAP എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ഏലിയൻ ആവണം എന്നില്ല. ആ ഒരു കാര്യം ഇവര് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ ഏലിയൻ എന്ന് പറയുന്ന ആ ഒരു പോസിബിലിറ്റി ഇവർ 100% റൂൾ ഔട്ടും ചെയ്യുന്നില്ല. അതായത് ആ ഒരു പോസിബിലിറ്റീനെ അവർ മാറ്റി വെക്കുന്നില്ല. അത് ആവാം, അതായിരിക്കാം എന്നുള്ളൊരു കാര്യം, അതിനുള്ള ചാൻസും ഇവർ പറയുന്നുണ്ട്. ഇത്ര അധികം UFO കേസസും എൻകൗണ്ടേഴ്സ് എല്ലാം ലോകമെമ്പാടും സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് തരത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നു, ഒരു ഹിയറിംഗ് നടത്തുന്നു. മെയ് 17, 2021 ഈ ചർച്ചകളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഹിയറിംഗ് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവർ ജനങ്ങളോട് മാക്സിമം ട്രാൻസ്പെറന്റ് ആവാനാണ് നോക്കുന്നത്. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന രീതിയിലാണ് ശരിക്കും ഈ ഹിയറിംഗിലൂടെ പറയുന്നത്. അത് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ചർച്ച എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. അതോടൊപ്പം തന്നെ ഇവരൊരു കാര്യം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള പൈലറ്റ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു എൻകൗണ്ടർ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം, അതിനെ പറ്റിയുള്ള മാക്സിമം ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹിയറിംഗിലുള്ള ആൾക്കാർ പറയുന്നത്. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇവർക്കറിയാം എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ഈ കമന്റ്സിൽ കിടന്ന് പറയുന്ന പോലെ ഇത് തള്ളൊന്നല്ല, നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊരു ടോപ്പ് സീക്രട്ട് മിലിറ്ററി ഓപ്പറേഷൻ ആണോ എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം അവർ പറയുന്നത് US-ന്, അതായത് അമേരിക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റിയിട്ട് അവെയർ അല്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്.
ഇതിന്റെ ക്രെഡിബിലിറ്റി എന്തോരെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിയാവുന്നതും 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. UFO അല്ലെങ്കിൽ ഈ പറയുന്ന UAP എന്ന് പറയുന്ന ഈ ഒരു സംഭവം ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ തള്ളു കഥകൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ശരിക്കും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ ഇത് തള്ളു കഥകളാണെന്നൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ ഞാൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും, എനിക്കൊരു കുഴപ്പമില്ല. ഈ കമന്റ്സിലൂടെ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, ഇവർക്ക് ഈ ഒരു സംഭവത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇത് കള്ളമാണ് ഇത് തള്ളാണെന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും അറിയാണ്ട് ഇവർ എങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഈ വീഡിയോസ് ഒന്നും മുഴുവന് കാണാൻ പോലും കൂട്ടാക്കാറില്ല. ചിലപ്പോൾ ഒരു പകുതിയോ അല്ലെങ്കിൽ ഒരു കാൽ ഭാഗമോ കണ്ടിട്ടായിരിക്കും ഈ വന്ന് കമന്റ് ഒക്കെ ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകളെല്ലാം അവസാനം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഇതിന്റെയൊക്കെ ഡീബങ്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ ഇതൊന്നും കാണാനാണ് ആൾക്കാർ വെറുതെ വന്ന് കമന്റ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ കിട്ടും. ഇങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെ എനിക്കറിയില്ല. പക്ഷെ എന്റെ വീഡിയോസിലും നമ്മൾ ചെയ്യുന്ന റിസർച്ചിലൊക്കെ ഇങ്ങനെ ഒരു ബാക്ക്ലാഷ് വരുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത്. അതിപ്പോ നമ്മുടെ ചാനലിൽ വന്ന് പറയുന്നതാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഇതിപ്പോ ഒരു നമ്മുടെ സാധാരണ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, പരദൂഷണം പറയാന്നുള്ളത്. അതേപോലെ എനിക്ക് തോന്നിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് പറയാൻ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ കമന്റ് ബോക്സിലല്ല വന്ന് പറയുന്നത്, മറ്റുള്ള ചാനൽസിന്റെ കമന്റ് ബോക്സിലാണ് വന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ഞാൻ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തള്ളാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയില്ല. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ ആ ഒരു വട്ടത്തിന്റെ അപ്പുറം ഒന്ന് ചിന്തിക്കുക. കേരളം അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഒരു ഭാഷ മാത്രമല്ല നമ്മുടെ ലോകത്തിലുള്ളത്, ഒരു കൾച്ചർ അല്ല നമ്മുടെ ലോകത്തിലുള്ളത്. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഈ UFO UAP എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെ പറ്റിയിട്ട് ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സംഭവം ഗവൺമെന്റ് തലത്തിൽ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ തലയിലേക്ക് കയറ്റാൻ ശ്രമിക്കുക. പിന്നെ 1-2 കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു, ഞാൻ വളരെയധികം എക്സാജറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നിങ്ങളിപ്പോ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിച്ചാലും ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുള്ളൂ. അല്ലാണ്ട് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UFOയുടെ കഥ അങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബ്രദറിന്റെ അടുത്ത്, എൻ്റെ മമ്മിയുടെ അടുത്ത്, പപ്പയുടെ അടുത്ത് എല്ലായിടത്തും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോ അത് മാറ്റി വെച്ച് ക്യാമറയുടെ മുമ്പിൽ വന്ന് അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. അപ്പൊ UFO UAP എന്ന് പറയുന്ന ഈ ഒരു സംഭവം തള്ളല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് തള്ളല്ലെങ്കിൽ ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ആണെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ ഇത് പറക്കുന്നുണ്ട്, അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ശാസ്ത്രീയമായിട്ടുള്ള എന്തോ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടായിരിക്കില്ലേ? നമ്മുടെ കോമൺ സെൻസ് അല്ലേ ഇത്? അപ്പോ ഇത് ശരിക്കും പറഞ്ഞ സയൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു സയൻസ് ചാനലിലേക്ക് എടുത്തിടുന്നത്. മിക്കവാറും മലയാളത്തിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിന് ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ലൈക്കും കൂടി ഒന്ന് അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.